പാവറട്ടി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി വിഭാവനം ചെയ്ത തൃത്താല കുടിവെള്ള പദ്ധതി പൂർത്തിയാകുന്നു. ബ്രഹ്മകുളം റെയിൽവേ ക്രോസിന്റെ അടിയിലൂടെ കുടിവെള്ള പൈപ്പിടുന്ന പ്രവൃത്തികൾ 10 വർഷത്തിന് ശേഷം പുനരാരംഭിച്ചു. കൊടുംവേനലിൽ വറ്റിവരണ്ട് ചിമ്മിനി ഡാം. ഡാമിൽ അവശേഷിക്കുന്നത് 1.5 മാസത്തേക്കുള്ള വെള്ളം. കടവല്ലൂർ കോടത്തുംകുണ്ട് പുറവൂർ ഭാഗങ്ങളിലെ വീടുകൾക്ക് നേരെ രാത്രികാലങ്ങളിൽ കുപ്പിയേറ്. ലഹരി മാഫിയ സംഘങ്ങളാണ് കുപ്പിയേറിന് പിന്നിലെന്ന് നാട്ടുകാർ. അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി വീണ്ടും സജീവമാകുന്നു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ ആനയെ പോലീസുകാർ ബഹളം വെച്ച് പിന്തിരിപ്പിച്ചു. ദേശീയപാത തൃപ്രയാറിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞു. മുടിക്കോട പിക്കപ്പ് വാൻ ഇടിച്ച വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. പാവറട്ടി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി വിഭാവനം ചെയ്ത തൃത്താല കുടിവെള്ള പദ്ധതി പൂർത്തിയാകുന്നു. 10 വർഷമായി റെയിൽവേയിൽ കുരുങ്ങിക്കിടന്നിരുന്ന തൃത്താല കുടിവെള്ള പദ്ധതിയുടെ ബാക്കിയുള്ള പൈപ്പിടൽ തുടങ്ങി. ബ്രഹ്മകുളം റെയിൽവേ ക്രോസിന്റെ അടിയിലൂടെ 3.5 മീറ്റർ നീളത്തിൽ കുടിവെള്ള പൈപ്പിടുന്ന ജോലികളാണ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുള്ളത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പാവറട്ടി പഞ്ചായത്തിനെ തൃത്താല കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് 2014 ജലസേചന വകുപ്പ് മന്ത്രി PJ ജോസഫിന് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വിമല സേതുമാധവൻ നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പാവറട്ടിയെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. കുന്നുകുളം ചാട്ടുകുളത്ത് നിന്നാരംഭിച്ച പാവറട്ടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ നീണ്ട 10 വർഷമായിട്ടും ആ പദ്ധതി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ക്രിയാത്മകമായ നടപടികൾ ഉണ്ടായില്ലെന്ന് പാവറട്ടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ ആരോപിച്ചു. തൃത്താല കുടിവെള്ള പദ്ധതി പാവറട്ടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൃതസഞ്ജീവനിയായ ഒരു കാര്യമാണ്. ആ ഒരു പദ്ധതി ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ റെയിൽവേയുടെ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് അതിങ്ങനെ നീണ്ടുപോകുന്നത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ കൊണ്ടുവന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ഞാൻ അതിലെ ഇൻട്രസ്റ്റ് എടുത്ത് ഇറങ്ങിയതും അതിന് ബന്ധപ്പെട്ട മന്ത്രിമാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കണ്ടതും അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തു തന്നെ ആ പദ്ധതിയുടെ പൂർത്തീകരണമാവുമെന്നും പാവറട്ടിയിലെ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാവുന്ന സംവിധാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. തൃത്താല കുടിവെള്ള പദ്ധതിക്കായി പാവറട്ടി പഞ്ചായത്തിലെ പുളിഞ്ചേരിപ്പടിയിൽ ജലസംഭരണി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ കൂടി പിന്നീട് ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ പദ്ധതിക്ക് തടസ്സമായി ബ്രഹ്മകുളത്തെ റെയിൽവേ ക്രോസിന്റെ അടിയിലൂടെ കുടിവെള്ള പൈപ്പ് ലൈൻ വലിക്കൽ തടസ്സമായി നിന്നു. ഇതിനായി ജല അതോറിറ്റി 5.19 ലക്ഷം രൂപ റെയിൽവേയിൽ കെട്ടിവച്ചിരുന്നു. ഈ തടസ്സമാണ് ഇപ്പോൾ നീങ്ങിയത്. ഇപ്പോഴത്തെ പാവറട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ തടസ്സങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി, റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നു. പാവറട്ടി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലായി 13,000 വീടുകളിലേക്കാണ് കുടിവെള്ളം വീട്ടുകണക്ഷനായി നൽകുന്നത്. ഏപ്രിൽ ആദിവാരത്തിൽ പൈപ്പിടലടക്കമുള്ള നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് ചാട്ടുകുളത്തെ കുടിവെള്ള പൈപ്പുമായി ബന്ധിപ്പിക്കുവാനും എത്രയും വേഗം പദ്ധതി കമ്മീഷൻ ചെയ്യാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജല അതോറിറ്റി അധികൃതർ. TCV ന്യൂസ്, പാവറട്ടി. കൊടുംവേനലിൽ വറ്റിവരണ്ട് ചിമ്മിനി ഡാം. വ്യാഴാഴ്ചയിലെ കണക്കനുസരിച്ച് 1.5 മാസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ഡാമിൽ അവശേഷിക്കുന്നത്. എന്നാൽ കോൾനിലങ്ങളിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നത് നിർത്തിയതോടെ നേരിയ ആശ്വാസമാണുള്ളത്. ഡാമിന്റെ സംഭരണശേഷിയുടെ 12.77% വെള്ളം മാത്രമാണ് ഇപ്പോഴുള്ളത്. റൂൾ കർവ് പ്രകാരം 40% വെള്ളം ഡാമിൽ ഉണ്ടാകേണ്ട സമയത്താണ് ഈ അവസ്ഥ. വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള വെള്ളം നൽകുന്നില്ലെങ്കിലും സ്ലൂയിസ് വാൽവ് വഴി പ്രതിദിനം 0.15 ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഡാമിൽ നിന്ന് തുറന്നുവിടുന്നുണ്ട്. ഇപ്പോഴത്തെ നില തുടർന്നാൽ ദിവസങ്ങൾക്കകം ജലവിതരണം പൂർണ്ണമായി നിലയ്ക്കും. അതോടെ കുറുമാലി, കരുവന്നൂർ പുഴകൾ കടന്നുപോകുന്ന മേഖലകളിലെല്ലാം വരൾച്ചാ സാധ്യതയുണ്ട്. ഇനിയും ജലനിരപ്പ് താഴ്ന്നാൽ ഏത് നിമിഷവും ജലവിതരണം നിലയ്ക്കുന്ന സ്ഥിതിയാണ്. കടവല്ലൂർ കോടത്തുംകുണ്ട് പുറവൂർ ഭാഗങ്ങളിലെ വീടുകൾക്ക് നേരെ കുപ്പികൾ എറിയുന്നതായി പരാതി. വലിയറ വിജയ, മേക്കാട്ടുകുളം സൈമൺ, അറങ്ങാശ്ശേരി ഓമന, പുത്തൻപുരയ്ക്കൽ ദാസൻ, വലിയാലുക്കൽ സുരേഷ് എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കുപ്പിയേറുണ്ടായത്. പുറവൂർ പാടത്ത് രാത്രികാലങ്ങളിൽ തമ്പടിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിച്ചു. മേഖലയിൽ ലഹരി മാഫിയകളുടെ ശല്യം വർദ്ധിച്ചതായും ഇവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മോൻ ട്യൂഷന് പോണ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ ചില്ല് പൊട്ടി കിടക്കുന്നതായിരുന്നു. അപ്പം ഞാൻ കുപ്പി ക്ലാസ് എന്തെങ്കിലും പൊട്ടി നോക്കിയപ്പോൾ എല്ലാവർക്കും ചില്ല്. 4:30 എഴുന്നേറ്റ് നടക്കാൻ ഇരിക്കണതാ.
ആ നടക്കാനിരിക്കണ നേരത്താണ് മുറം മുഴുവൻ കുപ്പിച്ചില്ലാണ്. അപ്പോൾ ഞാനതൊക്കെ അടിച്ചു വാരി ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയത്. അപ്പോൾ അവിടെ ആ പ്ലാവിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് ഇതുവരെ കുപ്പിച്ചില്ല. ഈ പ്രദേശത്തും കടവല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലും അതുപോലെ തന്നെ തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ഈ കഞ്ചാവ് മാഫിയും ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഈ പ്രദേശത്ത് വിവിധ ദിവസങ്ങളിലായി ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുന്നു. ഇതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് പോലീസിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. പോലീസ് ആ നിലയ്ക്ക് തന്നെ ഇടപെടേണ്ടതുണ്ട്. അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി വീണ്ടും സജീവമാകുന്നു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ ആന സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തെ തെങ്ങിലെ പട്ട പറിച്ചു തന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. 10 മിനിറ്റോളം സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിലയുറപ്പിച്ച കൊമ്പനെ പോലീസുകാർ ബഹളം വെച്ച് പിന്തിരിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി പാർക്കിലെ ചെടിച്ചട്ടികളും മറ്റും നശിപ്പിച്ചിരുന്നു. പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞു. കാർ യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുകയായിരുന്നു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ റേഷൻ കടയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസമാണ് തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയത്. ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത്. നിർമ്മാണം നടക്കുന്ന മേഖലയിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളോ അപായ സൂചനാ ബോർഡുകളോ സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ദേശീയപാത തൃപ്രയാറിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവർ ചാവക്കാട് സ്വദേശി അമ്പലത്ത് വീട്ടിൽ രജീബിനാണ് പരിക്കേറ്റത്. കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് അരി കയറ്റി പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തൃപ്രയാർ സെന്ററിൽ വെച്ച് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. കണ്ടെയ്നർ ലോറിയുടെ ക്യാബിൻ വേർപെട്ട നിലയിലായിരുന്നു. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദേശീയപാത മുടിക്കോട് ലോറിയടിച്ച് വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മുടിക്കോട് സ്വദേശിനി ഓമനയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് ഭാഗത്തു നിന്ന് ഇറച്ചിക്കോഴികളുമായി വന്ന ലോറിയാണ് ഇടിച്ചത്. കയ്പമംഗലം 3 പീടികയിൽ 6 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. 3 പീടിക തെക്ക് ഭാഗത്തു നിന്ന് വന്ന നായ റോഡിലൂടെ നടന്നു പോയിരുന്നവരെയാണ് ആക്രമിച്ചത്. വഴിയിൽ കണ്ടവരെയെല്ലാം കടിച്ച് വഴിയമ്പലം ഭാഗത്തേക്ക് ഓടിയ നായയെ നാട്ടുകാർ പിന്തുടർന്നുവെങ്കിലും പിന്നീട് കാണാതാവുകയായിരുന്നു. ഇരിങ്ങാലക്കുട താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായി. ആർച്ച് പ്രീസ്റ്റ് ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ, സെക്രട്ടറി ഫാദർ മാത്യു തുരുത്തപ്പള്ളി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെർലറ്റ് കാക്കനാടൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്കും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. ഇന്ത്യയൊട്ടാകെ ക്രൈസ്തവർ പ്രശ്നങ്ങൾ നേരിടുന്നതായി പെസഹ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം മാർ റാഫേൽ തട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികനായി. തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ സഹകാർമ്മികനായിരുന്നു. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ പെസഹ ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് റെക്ടർ ഫാദർ അലക്സ് കല്ലേലി മുഖ്യ കാർമ്മികനായി. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ, ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക എന്നിവർ സഹകാർമ്മികരായിരുന്നു. കോട്ടപ്പുറം രൂപത ആസ്ഥാനമായ സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികനായി. പെസഹ ദിനാചരണത്തിന്റെ ഭാഗമായി തൈല പരികർമ്മ പൂജ നടന്നു. ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി, വികാരി ജനറൽ മുർസിഞ്ഞോർ റോക്കി റോബി കളത്തിങ്കൽ, ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ തുടങ്ങിയവർ സന്നിഹിതരായി. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെ അന്ത്യയാമങ്ങൾ ആസ്പദമാക്കി ഒരുക്കിയ ഒലീവ് മലയുടെ താഴ്വരയിൽ എന്ന മ്യൂസിക് ആൽബത്തിന്റെ റിലീസ് എറവ് കപ്പൽപ്പള്ളിയിൽ നടന്നു. വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ CD പ്രകാശനം നിർവഹിച്ചു. സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. പ്രവാസിയായ പ്രവീൺ വിദ്യാനന്ദന്റെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് അരിമ്പൂർ ഹൈസ്കൂളിലെ അധ്യാപകനായ ജോബി ജോർജാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ പോളച്ചനാണ് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത്. ഗാനം ആലപിച്ചിരിക്കുന്നത് അഭിജിത്ത് കൊല്ലവും നിർമ്മാണം സിജോ ജേക്കബുമാണ്. സിസ്റ്റർമാരായ അഞ്ജലി, അനില, ട്രസ്റ്റി ഫ്രാൻസിസ് പാവറട്ടിക്കാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികനായി. സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ബ്രദർ ബ്രിൽവിൻ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പെസഹ വ്യാഴാചരണത്തിന്റെ ഭാഗമായി കാൽക്കഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര നേതൃത്വം നൽകി. ഗുരുവായൂർ കൊട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളിയിൽ പെസഹ ആചരിച്ചു. ഫാദർ ഷാജി കുച്ചിപ്പുരയ്ക്കൽ മുഖ്യ കാർമ്മികനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ സഹകാർമ്മികത്വം വഹിച്ചു.
പ്രധാനമന്ത്രി വിളിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും 8 വർഷത്തെ കാത്തിരിപ്പാണ് പ്രധാനമന്ത്രിയുടെ ഫോൺ കോളിലൂടെ പൂവണിഞ്ഞതെന്നും ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി TN സരസു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും പ്രധാനമന്ത്രി കേരളത്തിലെ NDA സ്ഥാനാർത്ഥികളിൽ തന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിൽ അഭിമാനമുണ്ടെന്നും സരസു പറഞ്ഞു. NDAക്ക് വലിയ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് ആലത്തൂരെന്നും TN സരസു മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ഇന്നലെ എന്നെ വിളിച്ച ആ ഒരു ദിവസവും പറഞ്ഞൊരു എന്നെ സംബന്ധിച്ചൊരു ബ്ലെസ്ഡ് ഡേ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് കാത്തിരുന്നാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ആ അവസരം കിട്ടിയത് കണ്ടില്ല, എങ്കിലും കണ്ടിട്ടുണ്ട്. അത് ഫോട്ടോയും നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നോട് സംസാരിക്കുക അങ്ങനെയുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നെ മാത്രമാണ് കേരളത്തിൽ നിന്ന് ഒരേ ഒരു സ്ഥാനാർത്ഥിയെ. ചാലക്കുടി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ കയ്പമംഗലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. കുരിക്കുഴി കമ്പനിക്കടവ്, കടപ്പുറം, കുരിക്കുഴി ജുമാ മസ്ജിദ്, കൊപ്രക്കളം ബുസ്താനുൽ ഉലും, ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ്, ഐരൂർ ക്ഷേത്രം, കാക്കാത്തുരുത്തി ബദർപ്പള്ളി, ചളിങ്ങാട് സെന്റർ, സെന്റ് ജോസഫ് ചർച്ച്, MIC കയ്പമംഗലം, പുത്തൻപള്ളി ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു. നേതാക്കളായ സുനിൽ P. മേനോൻ, CJ പോൾസൺ, മുജീബ് റഹ്മാൻ, അനസ് അബൂബക്കർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും വളരെ സജീവമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വ മൂല്യങ്ങളും ഭരണഘടനയും ഒക്കെ സംരക്ഷിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ മുന്നിൽ. ഇന്ത്യയിലെ മതേതരത്വവും ഇന്ത്യയുടെ ഭരണഘടനയും ജനങ്ങൾക്ക് എപ്പോഴും സംരക്ഷണം നൽകുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെതിരെ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപന്റെ PRO NS അബ്ദുൽ ഹമീദ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. അബ്ദുൽ ഹമീദ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനാണെന്നും ദില്ലി കലാപക്കേസിൽ പങ്കാളിയാണെന്നും ജാമിയ കേസിൽ NIA ചോദ്യം ചെയ്തു എന്നുമുള്ള K. സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് VR അനൂപ്, അഡ്വക്കേറ്റ് മുഹമ്മദ് റാഷിദ് എന്നിവരാണ് NS അബ്ദുൽ ഹമീദിന് വേണ്ടി ഹാജരായത്. രാജ്യത്തെ ഭിന്നിപ്പിക്കാനും വേർതിരിക്കാനും സംഘപരിവാർ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് പോരാടുന്നതെന്ന് TN പ്രതാപൻ MP. UDF നാട്ടിക നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നാട്ടിക തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, KK കൊച്ചു മുഹമ്മദ്, CO ജേക്കബ്, അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, K. ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്തരപ്രദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ നേതൃനിരയിൽ വന്നിരിക്കുന്നു. അപ്പൊ ഞാനൊന്നൊരു സീനിയർ ആയ രാഷ്ട്രീയ പ്രവർത്തകരല്ല, ഞാനൊക്കെ ഒരു ജൂനിയർ ആയ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേന്ദ്രസേനയും അന്തിക്കാട് പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. അവണങ്ങാട്ട് കളരിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ സമാപിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ മനക്കുടിയിലും റൂട്ട് മാർച്ച് നടത്തി. ഇരിങ്ങാലക്കുട DYSP MC കുഞ്ഞു മൊയ്തീൻകുട്ടി, അന്തിക്കാട് SHO VS വിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകരയിൽ താന്യം മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. താന്യം മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MK ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നാട്ടിക നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഹാറൂൺ റഷീദ്, വികാസ് ചക്രപാണി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ഓഫീസിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി തന്നെ പ്രഖ്യാപിച്ചു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ സംയുക്ത കർഷക സമിതി മണലൂർ മണ്ഡലം കൺവെൻഷൻ നടന്നു. കേരള കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സമിതി കൺവീനർ MR മോഹനൻ അധ്യക്ഷനായിരുന്നു. ഇടതുപക്ഷ മുന്നണി മണ്ഡലം കൺവീനർ TV ഹരിദാസൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി VR മനോജ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടക്കമ്പൽ വാവേക്കർ കോൾപ്പടവിലെ 60 ഏക്കർ പുഞ്ചകൃഷി കൊയ്ത്തിനൊരുങ്ങി. ബണ്ട് വരമ്പില്ലാത്തതിനാൽ 2 വർഷം കോൾപ്പടവിൽ കൃഷി ചെയ്യാതെ തരിശിട്ടിരുന്നു. ഒരു ഭാഗത്ത് ബണ്ട് വരമ്പ് നിർമ്മിച്ചതിന് ശേഷം ഇത്തവണ കൃഷി ഇറക്കുകയായിരുന്നു. വെള്ളം സുലഭമായി ലഭിച്ചതിനാൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഏപ്രിൽ ആദ്യവാരത്തോടെ കൊയ്ത്ത് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. കഴിഞ്ഞ വർഷം KLDCയുടെ നേതൃത്വത്തിൽ പടവിന്റെ ഒരു വശത്ത് വരമ്പ് മണ്ണിട്ടുയർത്തി കോൾപ്പടവിന് സ്വന്തമായി 2 മോട്ടോർ പുരയും നിർമ്മിച്ചു നൽകി. ഇത്തവണ 2 മോട്ടോർ കൂടി ലഭിച്ചതോടെ കർഷകർക്ക് ആശ്വാസമായി. ബണ്ട് വരമ്പിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി മണ്ണിട്ടുയർത്തണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു.
കല്ലൂർ പാടം വഴിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പതിച്ച പ്രചരണ പോസ്റ്ററുകൾ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് കരിയോയിൽ ഒഴിച്ച് നശിപ്പിച്ചു. ഗ്രീസും കരിയോയിലും ചേർത്ത മിശ്രിതം ഉപയോഗിച്ച് പോസ്റ്ററുകൾ നശിപ്പിച്ചതുമൂലം യാത്രക്കാർക്ക് ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അവസ്ഥയായി. നിരവധി യാത്രക്കാരുടെ വസ്ത്രങ്ങളിലാണ് ഇത് പരന്നത്. വിവിധ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പോസ്റ്ററുകളാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അകത്തും പുറത്തുമായി പതിച്ചിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് പൊതുസ്ഥലങ്ങളിലെ പ്രചരണ പോസ്റ്ററുകൾ കറുപ്പിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അന്തിക്കാട് ജുമാ മസ്ജിദിലെ നോമ്പുതുറ ഒരുക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ 76-കാരൻ. റമദാൻ 1 മുതൽ 30 വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഈ വയോധികന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രമേ നോമ്പുതുറ ഒരുക്കത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. സൂറ മമ്മദ്ക്ക എന്ന് വിളിക്കുന്ന കാരണപ്പറമ്പിൽ മുഹമ്മദാണ് 2 പതിറ്റാണ്ടിലേറെയായി പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്കായി നോമ്പുതുറയൊരുക്കുന്നത്. വൈകിട്ട് 5:15 പള്ളിയിലെത്തിയാൽ നോമ്പുതുറയ്ക്ക് ആവശ്യമായ കാരക്ക മുതലുള്ള വിഭവങ്ങൾ, ചെറുനാരങ്ങ വെള്ളം, ജീരകക്കഞ്ഞി, ഇറച്ചിയും പത്തിരിയും തുടങ്ങിയ എല്ലാ ഇനങ്ങളും 100ഓളം പ്ലേറ്റുകളിൽ വിളമ്പി എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നോമ്പു തുറക്കാനുള്ള സൗകര്യമൊരുക്കുകയെന്ന ചുമതല പ്രതിഫലം പറ്റാതെയാണ് മമ്മദ്ക്ക 20 വർഷമായി ചെയ്തു വരുന്നത്. മസ്ജിദുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അവിചാരിത സംഭവങ്ങളുണ്ടായാൽ അവ തരണം ചെയ്യാൻ ഈ 76-കാരൻ മുന്നിൽ തന്നെയുണ്ടാകും. ഏറെ പഴക്കം ചെന്ന ഒരു സൈക്കിളിലാണ് സഞ്ചാരം. പഞ്ചായത്തിന്റെ കരാർ ജോലികൾ ചെയ്തും കോൾച്ചാലുകൾ ലേലത്തിനെടുത്ത് മത്സ്യബന്ധനം നടത്തിയും മുളകൾ കരാറിനെടുത്ത് മുറിപ്പിച്ച് വിറ്റും ഭൂമി കച്ചവടം നടത്തിയുമൊക്കെയാണ് മമ്മദ്ക്കയുടെ ഉപജീവനം. റമദാൻ മാസത്തിൽ തിരക്കുകൾ മാറ്റിവെച്ച് നോമ്പുതുറയൊരുക്കാൻ മുൻപിലുണ്ടാകുന്ന മമ്മദ്ക്ക നാട്ടിൽ 4 മുഹമ്മദുമാരായപ്പോൾ ഭാര്യ സുഹറയുടെ പേര് മുന്നിൽ ചേർത്ത് തിരിച്ചറിയാൻ ധൈര്യം കാട്ടിയാണ് സൂറ മമ്മദ് ആയി മാറിയത്. ഇത് 20 വർഷത്തിന് മേലെയായി. 5:15 വിട്ടു പോകില്ല, 5 മണിക്ക് വരും. വെള്ളം കൊടുക്കേണ്ട കാര്യം, ഭക്ഷണം നിങ്ങൾ ശരിയാക്കേണ്ട കാര്യം, ഭക്ഷണങ്ങൾ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നത് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കും. ആൾക്കാരൊക്കെ വരും. കഠിന വ്രതമെടുത്ത് നോമ്പു തുറക്കാനെത്തുന്ന വിശ്വാസികളുടെ മുൻപിൽ വിഭവങ്ങൾ വിളമ്പുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന സംതൃപ്തി പിന്നീട് അവർ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ചെയ്യുന്ന ദുആയിൽ താൻ കൂടി സ്ഥാനം പിടിക്കുന്നതിനിടയാക്കിയാൽ തൻ്റെ പ്രവർത്തനങ്ങൾ സഫലമായെന്ന വിശ്വാസത്തിലാണ് വയോധികനായ ഈ വിശ്വാസി. TCV ന്യൂസ്, തൃശൂർ. പരമ്പരാഗത മത്സ്യബന്ധന രീതിയിൽ നിന്ന് ശാസ്ത്രീയമായ യന്ത്രവൽകൃത മത്സ്യബന്ധന രീതിയിലേക്ക് മാറിയതാണ് മത്സ്യത്തൊഴിലാളികളെ മുഴുപട്ടിണിയിലേക്ക് തള്ളിവിട്ടതെന്ന് BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം. ചേറ്റുവ ഫിഷ് ലാൻഡിംഗ് സെന്റർ വർക്കേഴ്സ് സംഘിന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചേറ്റുവ തുറമുഖത്ത് കാലങ്ങളായി മണൽത്തിട്ട രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം വലിയ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ചേറ്റുവ ഹാർബറിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇത് ചേറ്റുവ ഹാർബറിലെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യൂണിയൻ പ്രസിഡന്റ് P. ആനന്ദൻ അധ്യക്ഷനായിരുന്നു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി KJ ജിജേഷ് കുമാർ, മേഖലാ പ്രസിഡന്റ് രമേശ് മാരാർ, NV സേതുനാഥൻ, EC പ്രജിത്ത്, KL ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു. പ്രവാസി വ്യവസായി KC എബ്രഹാമിന്റെ സ്നേഹഭവനം പദ്ധതി പ്രകാരം തളിക്കുളത്ത് നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. തളിക്കുളം ഹാഷ്മി നഗറിന് സമീപം അമ്പലത്ത് വീട്ടിൽ ബഷീറിനും കുടുംബത്തിനുമാണ് സ്നേഹഭവനം ഒരുക്കുന്നത്. സൗദിയിൽ ടൈൽ നിർമ്മാണ തൊഴിലാളിയായിരിക്കെയാണ് ബഷീർ ക്യാൻസർ രോഗബാധിതനായത്. ഉമ്മ നബീസയും ഭാര്യ സൽബു, മക്കളായ അജ്മൽ, മിഥിലാജ് എന്നിവർ ഉൾപ്പെട്ടതായിരുന്നു ബഷീറിന്റെ കുടുംബം. നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ ഉമ്മ നബീസയും ക്യാൻസർ ബാധിതയായത് കുടുംബത്തിന് തിരിച്ചടിയായി. ബഷീറിന്റെയും കുടുംബത്തിന്റെയും ദുരിതാവസ്ഥ നേരിട്ടറിഞ്ഞ TN പ്രതാപൻ MP-യും ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളവും ചേർന്ന് ഇക്കാര്യം പ്രവാസി വ്യവസായി KC എബ്രഹാമിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ വർഷം തിരുവോണനാളിലാണ് TN പ്രതാപൻ MP വീടിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. KC എബ്രഹാം സാർ നമ്മുടെ ജില്ലയുടെ പല മേഖലയിലായിട്ട് പണിത് നൽകിയിട്ടുള്ള 25ാമത്തെ സ്നേഹഭവനത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്ത് അടുത്ത മാസം നമ്മൾ ഇതിൻ്റെ ചാവി കൊടുക്കുന്ന വളരെ അതിമഹത്തായ ഒരു കർമ്മം നടക്കുന്ന ഒരു വീടിൻ്റെ മുന്നിൽ റോഡിൽ ഓയിൽ ചോർന്നതിനെ തുടർന്ന് തെന്നി വീണ സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. ചാവക്കാട് തൊട്ടാപ്പ് സ്വദേശികളായ അറക്കൽ വീട്ടിൽ അബ്സർ, ഭാര്യ ഷഹീറ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ തെക്കേപ്പുറം മോട്ടോർപുരയ്ക്ക് സമീപത്തെ തിരിവിൽ മറ്റൊരു വാഹനത്തിൽ നിന്നും ചോർന്ന ഓയിലിൽ തെന്നി റോഡിൽ വീഴുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
നെയ്തക്കുടി ചുങ്കം പാലത്തിനോട് ചേർന്ന് താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്നും ഓർപ്പുഴയുടെ ചേർന്നുള്ള ഭാഗത്ത് ആഴം വർദ്ധിപ്പിക്കുന്ന നടപടി നിർത്തിവെക്കണമെന്നും ജനകീയ സമരസമിതി ആവശ്യപ്പെട്ടു. കടുത്ത ഉപ്പുവെള്ളമുള്ള പ്രദേശത്ത് ജലനിധി പദ്ധതിയുടെ കുടിവെള്ളം ദിവസവും വിതരണം ചെയ്യണമെന്നും ആഴത്തിൽ ചെളിയെടുത്തപ്പോൾ 2018 കൊണ്ടുവന്ന നിയന്ത്രണം തുടരണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. നെയ്തക്കുടിയിൽ സ്ഥിരം തടയണ നിർമ്മിക്കുന്നതുവരെ ഓർപ്പുഴയുടെ ഭാഗത്തെ ആഴം വർദ്ധിപ്പിക്കരുതെന്നും സമരസമിതി നേതാക്കളായ സൂയി കോലഞ്ചേരി, CK സതീശൻ, KP രാജീവ്, PR ജിനേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിൽ ആഴ്ചകളായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പാഴാകുന്നു. കുടിവെള്ളം പാഴായി പോകുന്നത് മൂലം താന്യം പഞ്ചായത്തിൽ കുടിവെള്ളം കിട്ടാക്കനിയായതോടെ പഞ്ചായത്ത് അംഗം ആൻഡോ തുറയൻ, വ്യാപാരികളായ ഇല്യാസ്, ഷൈജു എന്നിവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. വ്യാപാരികളും നാട്ടുകാരും അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ വാട്ടർ അതോറിറ്റി AEയും KSEB AEയും ഇല്ലാത്തതാണ് കാരണമെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. കുടിവെള്ളം പാഴായി പോകുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏകദേശം 15 ദിവസത്തോളമായി ഈ പൈപ്പ് പൊട്ടിങ്ങനെ വെള്ളം ലാപ്സായി പോകുന്നത്. KSEBക്കാർ ഈ പോസ്റ്റ് മാറ്റാൻ വേണ്ടി കൂടി എടുത്തപ്പോൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിൻ്റെ ഭാഗമായി അടിയിൽ കിടക്കുന്ന ആസ്ബെസ്റ്റോസ് പൈപ്പ് പൊക്കുകയാണ് ഉണ്ടായത്. അന്ന് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരോട് വന്ന് അവരൊരു സൂത്രം കാണിച്ച് ക്ലാമ്പ് അപ്പുറത്തിട്ടിട്ട് ഇവർക്ക് ഇത് ചെയ്തു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത്. ഈ വാട്ടർ അതോറിറ്റിയുടെ അവസ്ഥയാണ്. അത് ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും ഈ പഞ്ചായത്തിന് വിവിധ മേഖലകളിൽ ഇപ്പോൾ പഞ്ചായത്ത് സമിതി തന്നെ അവിടെ ഒരു സമരത്തിന് പോകേണ്ട രീതിയിലേക്കാണ് ഇപ്പം നിലനിൽക്കുന്നത്. കാരണം ഈ ജല ദൗർലഭ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ. പഞ്ചായത്തിന് തന്നെ വലിയൊരു 10-12 ലക്ഷത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ 13 ലക്ഷത്തിൻ്റെയൊക്കെ വാട്ടർ സപ്ലൈയുടെ തുക കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ തുടങ്ങി. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ 45 വർഷം പഴക്കമുള്ള 700 mm പൈപ്പാണ് കഴിഞ്ഞ ദിവസം പൊട്ടിയത്. കട്ടക്കമ്പൽ, പൊന്നിയൂർ, പൊന്നിയൂർക്കുളം, കടവല്ലൂർ, വടക്കേക്കാട്, പോർക്കുളം എന്നീ പഞ്ചായത്തുകളും കുന്നംകുളം നഗരസഭയുടെ ചില ഭാഗങ്ങളിലും ജലവിതരണം തടസ്സപ്പെട്ടത് ജനങ്ങളെ ദുരിതത്തിലാക്കി. അറ്റകുറ്റപ്പണി ഉടൻ പൂർത്തിയാക്കി ജലവിതരണം പുനരാരംഭിക്കുമെന്ന് ജലസേചന വകുപ്പ് അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷന്റെ പുതിയ ഭരണസമിതി നിലവിൽ വന്നു. KS ബിനോയിയെ പ്രസിഡന്റായും VS സബാഹിനെ സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റായി PA സിറാജുദ്ദീനെയും ജോയിന്റ് സെക്രട്ടറിയായി KK കവിതയെയും തെരഞ്ഞെടുത്തു. UK ജാഫർ ഖാൻ, PN ഷിംദ, TS ലക്ഷ്മി എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖല തിരിച്ചറിയൽ കാർഡ് വിതരണം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് KS വൈശാഖ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ഷിബു, മേഖലാ ഇൻചാർജ് KK മധുസൂദനൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി ലെൻസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപികയും നാടൻപാട്ട് കലാകാരിയുമായ സരിത കൈതോലയുടെ കവിതാ സമാഹാര പ്രകാശനം ശനിയാഴ്ച നടക്കും. കടലാസ് പൂവ് എന്ന പേരിലുള്ള പുസ്തകം സംവിധായകൻ പ്രിയനന്ദനൻ പ്രകാശനം ചെയ്യും. തുടർന്ന് കവിയരങ്ങ്, ഗസൽ, നാടൻപാട്ട്, നൃത്തം, മുള സംഗീതം എന്നിവ നടക്കുമെന്ന് സരിത കൈതോല, സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിലെ തിരുനാൾ ഏപ്രിൽ 6, 7 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 1 വൈകിട്ട് 5:30 ഫാദർ ആൽബിൻ പുന്നേലിപ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിക്കും. ഏപ്രിൽ 5 വൈകിട്ട് 7 ദീപാലങ്കാരം സ്വിച്ച് ഓൺ നടക്കും. ഏപ്രിൽ 7 രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോയ് പയ്യപ്പള്ളി മുഖ്യ കാർമ്മികനാകും. ഫാദർ ജോളി ആൻഡ്രൂസ് സന്ദേശം നൽകും. വികാരി ഫാദർ ബെൻസി ചീനാൻ, കൈക്കാരന്മാരായ തെക്കിനിയത്ത് മാത്യു ആൻഡ്രു, എലുവത്തൂക്കാരൻ അന്തോണി ജോൺസൺ, തിരുനാൾ ജനറൽ കൺവീനർ ET പോൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പാവറട്ടി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി വിഭാവനം ചെയ്ത തൃത്താല കുടിവെള്ള പദ്ധതി പൂർത്തിയാകുന്നു. ബ്രഹ്മകുളം റെയിൽവേ ക്രോസിന്റെ അടിയിലൂടെ കുടിവെള്ള പൈപ്പ് ഇടുന്ന പ്രവൃത്തികൾ 10 വർഷത്തിന് ശേഷം പുനരാരംഭിച്ചു. കൊടുംവേനലിൽ വറ്റി വരണ്ട ചിമ്മിനി ഡാമിൽ അവശേഷിക്കുന്നത് 1.5 മാസത്തേക്കുള്ള വെള്ളം. കടവല്ലൂർ കോടത്തംകുണ്ട് പുറവൂർ ഭാഗങ്ങളിലെ വീടുകൾക്ക് നേരെ രാത്രികാലങ്ങളിൽ കുപ്പിയേറ്. ലഹരി മാഫിയ സംഘങ്ങളാണ് കുപ്പിയേറിന് പിന്നിലെന്ന് നാട്ടുകാർ. അതിരപ്പള്ളി ജനവാസ മേഖലയിൽ കൊമ്പൻ ഏഴാറ്റിമുഖം ഗണപതി വീണ്ടും സജീവമാകുന്നു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ ആനയെ പോലീസുകാർ ബഹളം വെച്ച് പിന്തിരിപ്പിച്ചു. ദേശീയപാത തൃപ്രയാറിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞു. മുടിക്കോട് പിക്കപ്പ് വാനിടിച്ച് വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.